നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. പുകവലി എന്ന ദുശ്ശീലം മാറ്റാൻ യോഗ ക്ലബ്ബിൽ ചേർത്തവനിപ്പോൾ കാലുകൊണ്ട് തീപ്പെട്ടിയുരച്ച് വലി തുടരുന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോളിലെ റഫറിയിങ് നിലവാരം എന്നതിൽ സംശയമേയില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് 10ാം സീസണിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒപ്പം ഇന്ത്യൻ റഫറിയിങ്ങിലും പുരോഗതിയുണ്ട് എന്ന് പറയാതെ വയ്യ. പക്ഷേ പുരോഗതി കൈവരിച്ചത് റഫറിയിങ് കോമാളിത്തരങ്ങളുടെ മേഖലയിലാണെന്ന് മാത്രം. ടൂർണമെൻറ്റിലുടനീളം പല മത്സരങ്ങളും റഫറിമാർ കൊണ്ടുപോയെങ്കിൽ കഴിഞ്ഞ ദിവസം കാർഡുകളിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുംബൈ സിറ്റി FC മത്സരവും നാം കണ്ടതായിരുന്നു. പതിവ് കാഴ്ചക്ക് മാറ്റമില്ലാതെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആവേശത്തോടെ തന്നെ തുടരുമ്പോൾ ഇന്നലെ ഒഡീഷ FC ഈസ്റ്റ് ബംഗാൾ FC മത്സരത്തിലും കാണാനായിരുന്നു റഫറിയുടെ തകർപ്പൻ പിഴവുകൾ. ഒരുപക്ഷെ ഈസ്റ്റ് ബംഗാൾ FCയുടെ അർഹിച്ച വിജയം തടഞ്ഞ് മത്സരം ഗോൾ രഹിത സമനിലയിലാക്കിയതിൻ്റെ പ്രധാന പങ്ക് മത്സരം നിയന്ത്രിച്ച റഫറി സെന്തിൽനാഥിന് അവകാശപ്പെട്ടത് തന്നെയെന്നും പറയാതെ വയ്യ. ക്ലിയർ പെനാൽറ്റി നൽകാതെ ഈസ്റ്റ് ബംഗാൾ FCയുടെ വിജയത്തിന് റഫറി വിലങ്ങ് തടിയായെങ്കിൽ ഇന്നലെ ഈസ്റ്റ് ബംഗാൾ FCയുടെ ഊഴമായിരുന്നു എന്ന് മാത്രമേ പറയാനാവൂ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ബാൻ എന്ന വാളുകൾ ഉപയോഗിച്ച് പലരെയും നിശബ്ദരാക്കിയെങ്കിലും ഇത്തവണത്തെ പ്ലേ ഓഫും വിജയികളെയും നിശ്ചയിക്കുന്നത് കളിക്കാരായിരിക്കില്ല, പകരം റഫറിമാരായിരിക്കും എന്ന മൂർച്ചയേറിയ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറുക തന്നെയാണ്.